തൃശൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു, 5 പേർക്ക് പരിക്ക്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് മുന്നിൽ നിയന്ത്രണം വിട്ട കാർ ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറി 5 പേർക്ക് പരിക്കേറ്റു. മലപ്പുറത്ത് ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന് തീപിടിച്ചു. യാത്രക്കാരെ ഉടൻ പുറത്തിറക്കിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. കുന്നംകുളം കാണിപ്പയൂരിലാണ് ആംബുലൻസും കാറും കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ആംബുലൻസിലുണ്ടായിരുന്ന രോഗി കുഞ്ഞിരാമനും കാർ യാത്രക്കാരിയായ കൂനമ്പൂച്ചി സ്വദേശി പുഷ്പയുമാണ് മരിച്ചത്. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരത്ത് നിയന്ത്രണം വിട്ട കാർ 2 ഓട്ടോയിൽ തട്ടി വഴിയാത്രക്കാരെയും ഇടിച്ചാണ് ഫുട്പാത്തിൽ നിന്നത്. പരിക്കേറ്റ 5 പേരിൽ 4 പേരുടെ നില ഗുരുതരമാണ്. വാഹനമോടിച്ച് പഠിക്കുന്നതിനിടെയാണ് അപകടം. 5 കാലെടുത്ത് വച്ചില്ല, സൗണ്ട് എവിടെ നിന്നൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ. പേടിച്ചു തിരിഞ്ഞു നോക്കിയപ്പോൾ കാറുകാരൻ കമ്പിക്കകത്ത് പൊത്തു നിൽക്കുന്നു. ഈ നിന്ന ആട്ടോ ഡ്രൈവർ ഫസ്റ്റിൽ നിന്നതാണ്. ഈ 2 എണ്ണം വന്ന് അവിടെ ഈ കൊച്ചുമോൾ ഒരു വാക്കിൽ റോട്ടിൽ കൂടെ നിലവിളിച്ചാണ് സാറേ അത്ര ആളുകൾ വന്ന് കൂടിയത്. വാഹനമോടിച്ച AK വിഷ്ണുനാഥിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. വാഹനമോടിക്കാൻ പരിശീലിപ്പിച്ച ഒപ്പമുണ്ടായിരുന്ന ബിന്ദു വിജയന്റെ ലൈസൻസും സസ്പെൻഡ് ചെയ്യാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. കോട്ടയം പൂഞ്ഞാർ എരുമേലി സംസ്ഥാന പാതയിലെ കണ്ണിമല വളവിലാണ് ചരക്ക് ലോറി നിയന്ത്രണം വിട്ട് റോഡിൽ മറിഞ്ഞത്. തിരുവനന്തപുരത്ത് മൂകാംബിക ക്ഷേത്ര ദർശനത്തിന് പോയ സംഘം സഞ്ചരിച്ച കാർ സ്കൂളിന്റെ മതിലിൽ ഇടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. മലപ്പുറം കൊണ്ടോട്ടിയിലാണ് ബസ്സിന് തീപിടിച്ചത്. ബസ് ഓടുന്നതിനിടെ ചില തകരാറുകൾ കണ്ടതോടെ ഡ്രൈവർ ബസ് ഒതുക്കി നിർത്തുകയായിരുന്നു. ഇതോടെ ബസിന്റെ മുൻഭാഗത്തു നിന്നും പുകയുയർന്നു. പിന്നാലെ ബസ് പൂർണ്ണമായും കത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1.